അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവൻ. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ഒരു സ്കൂട്ടിയിൽ അവൾ അവിടേക്ക് വന്നിറങ്ങി. നിനക്കിപ്പോൾ എന്നെ കാണാനും വരാനും എന്നോട് സംസാരിക്കാനും ഒന്നും തീരെ സമയമില്ലല്ലോ അല്ലേ? പണ്ടൊന്നും നീ ഇങ്ങനെ ആയിരുന്നില്ല ഫെലിക്സ്. അവനെ കണ്ടപാടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പരാതി എന്ന പോലെ പറഞ്ഞു. ഋതു, എല്ലാവരും എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. എപ്പോഴും മനുഷ്യർക്ക് സന്തോഷം മാത്രമല്ലടാ, സങ്കടവും ഉണ്ട്. നീ അറിഞ്ഞതല്ലേ ആമിയുടെ കാര്യം? അവൾ ആ കാര്യത്തിൽ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഋതു സന്തോഷിക്കേണ്ടത്? അവൻ സംശയത്തോടെ ചോദിച്ചു. എന്ന് കരുതി നമ്മൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കുകയാണോ ഫെലിക്സ് ചെയ്യേണ്ടത്? അവൾ തിരികെ ദേഷ്യത്തോടെയാണ് അവനോട് ചോദിച്ചത്. അതിന് ഞാനെവിടെയാ ബന്ധം ഇല്ലാതാക്കിയത് ഋതു? നിന്നെ കാണാൻ വരാനും സന്തോഷത്തോടെ സംസാരിക്കാനൊന്നും എനിക്ക് കഴിയുന്നില്ലെങ്കിൽ പോലും നിന്നെ ഞാൻ എന്നും വിളിക്കാറില്ലേ? അവനും തിരികെ അവളോട് ചോദിച്ചു. ഓ ഊവ്, വിളിക്കാറുണ്ട്. ആർക്കോ വേണ്ടി എന്തൊക്കെയോ സംസാരിച്ചിട്ട് ഫോൺ വയ്ക്കും. ഇതിനു മുൻപ് അങ്ങനെയായിരുന്നോ ഫെലിക്സ് നമ്മൾ തമ്മിൽ? അവളും തിരികെ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. ദേ നോക്ക് ഋതു, എനിക്ക് നിന്നോട് വഴക്കുണ്ടാക്കാനൊന്നും ഒരു മൂഡില്ല. ഞാൻ അതിനു വേണ്ടിയിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. അവൻ തിരികെ ദേഷ്യത്തോടെ ചോദിച്ചു. കണ്ടോ, ഇപ്പം തന്നെ നിനക്ക് ധൃതിയാണ്. അവൾക്ക് ദേഷ്യവും സങ്കടം ഒരുപോലെ വന്നു. എൻ്റെ പൊന്നു ഋതു, നീ വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ വിളിച്ച കാര്യം പറയേ. എനിക്ക് അവളുടെ കാര്യം തന്നെയാണ് നിന്നോട് സംസാരിക്കാനുള്ളത്. അവൾ നിൻ്റെ കസിനോ സഹോദരിയോ ഒന്നുമല്ല. പിന്നെ എന്ത് കാര്യത്തിനാണ് അവളുടെ കാര്യത്തിൽ നീ ഇത്രയും ടെൻഷനാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതോ ഞാൻ അറിയാത്ത വല്ല ബന്ധവും നിനക്ക് അവളുമായിട്ടുണ്ടോ? അവൾ ആ ചോദ്യം ചോദിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അത് കേട്ടതും അവൻ്റെ വലത് കൈ അവളുടെ കവളിൽ ഉയർന്ന് താഴ്ന്നിരുന്നു. ഇനി മേലാൽ ഇമാതിരി വർത്താനം നിൻ്റെ നാവിൽ നിന്ന് ഞാൻ കേട്ട, മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്കാം. സ്വാതന്ത്ര്യം തരുന്നുവെന്ന് കരുതി അത് മുതലെടുക്കാൻ നീ നോക്കരുത്. പിന്നെ നീ ഒരു ചോദ്യം എന്നോടിപ്പോൾ ചോദിച്ചല്ലോ, അവൾ എൻ്റെ കസിനാണോ സഹോദരിയാണോ എന്നൊക്കെ. അവൾ എനിക്ക് എല്ലാമാണ്, എല്ലാം. എൻ്റെ സഹോദരി, കൂടപ്പിറപ്പും ബെസ്റ്റ് ഫ്രണ്ടും ഒക്കെ അവളാണ്. പിന്നെ നീ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ബന്ധം എനിക്ക് അവളുമായിട്ട് ഉണ്ടാക്കാനായിരുന്നുവെങ്കിൽ അതൊക്കെ പണ്ടേ ആകാമായിരുന്നു. എൻ്റെ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു. അവളിന്ന് എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ കഴിഞ്ഞേനെ. എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുമില്ല, ഇനി തോന്നത്തതുമില്ല. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഒരു ബന്ധത്തിൽ ആദ്യം വേണ്ടത് പരസ്പര വിശ്വാസമാടി. അതെനിക്ക് നിന്നോടുണ്ട്. പക്ഷെ നിനക്ക് ആ വിശ്വാസമൊന്നും എന്നോടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ദേഷ്യത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൻ തല്ലിയത് കൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിനക്കൊന്നും അവളെ മനസ്സിലാകില്ല ഋതു. അവൾ എത്രത്തോളമാണ് ജസ്റ്റിനെ സ്നേഹിച്ചതെന്ന് നിനക്കൊന്നും ഒരിക്കലും മനസ്സിലാവില്ല. അത് നിനക്കറിയണമെങ്കിൽ നീ അതുപോലെ ഒരാളെ സ്നേഹിച്ചിട്ട് അയാളെ നിനക്ക് നഷ്ടപ്പെടണം. എങ്കിൽ മാത്രമേ അതിൻ്റെ വേദന എന്താണെന്ന് നിനക്ക് മനസ്സിലാവുകയുള്ളൂ. അവളുടെ വേദന എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഞങ്ങൾ അവളെ മാറ്റി പഴയതുപോലെ ആക്കാൻ ശ്രമിക്കുന്നത് അവളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ. അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞതും അവളൊന്നും തന്നെ മിണ്ടിയില്ല. നിനക്ക് എന്നോട് ചോദിക്കാനുള്ളതും പറയാനുള്ളതും ഒക്കെ നീ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിനും അവൾ മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല. എങ്കിൽ ഞാനൊരു കാര്യം നിന്നോട് അങ്ങോട്ട് പറയാം. ഞങ്ങൾ രണ്ടുപേരും 4-ാം തീയതി ദുബായിലേക്ക് പോവുകയാണ്. രണ്ടുപേരും എന്ന് വെച്ചാൽ ഞാനും ആമിയും. ഞാൻ അവളെ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നതിന് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇന്നത്തോടെ നമ്മുടെ ഈ ബന്ധം അവസാനിപ്പിച്ചേക്കാം. കാരണം ഇങ്ങനെ വിശ്വാസമില്ലാത്ത സംശയമുള്ള ഒരാളെ ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഏതൊരു ബന്ധത്തിൻ്റെയും ആദ്യത്തെ അടിസ്ഥാനം വിശ്വാസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതില്ലാത്ത ഒരു ബന്ധവും മുൻപോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. എന്ത് വേണമെന്ന് നീ ആലോചിച്ചിട്ട് വിളിച്ചു പറഞ്ഞാൽ മതി. എനിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അതും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ അവിടെ നിന്നും പോയി. അവൾക്ക് ആമിയോട് വല്ലാത്ത ദേഷ്യം തോന്നി. അവൾ കാരണമാണ് തനിക്ക് ഫെലിക്സിനെ നഷ്ടപ്പെടുന്നതെന്ന് അവളുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ. നീ പോയിട്ട് വന്ന കാര്യം എന്തായി? ഋതുവിൻ്റെ കൂട്ടുകാരി അവളെ നോക്കി ചോദിച്ചു. ഋതു അവൻ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ അവൻ? ആ പെണ്ണിന് വേണ്ടി ഇത്രയും നാളുള്ള ഒരു ബന്ധം നിസ്സാരമായിട്ട് അവൻ തള്ളിക്കളഞ്ഞോ? അപ്പോൾ അവന് നിന്നോടുണ്ടായിരുന്ന ആത്മാർത്ഥ പ്രണയമൊന്നും അല്ലായിരുന്നോ? അവൾ സംശയത്തോടെ ഋതുവിനോട് ചോദിച്ചു. നീ എനിക്ക് കുറച്ച് സ്വസ്ഥത താ, എനിക്കെല്ലാം കൂടി ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അവൾ തലയിൽ കൈവച്ചുകൊണ്ട് കസേരയിലേക്കിരുന്നു. ഋതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. അതോർത്തതും ഒരേ നിമിഷം അവൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി. അയാൻ റൂമിലിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൻ്റെ അച്ഛൻ വിളിച്ചു. അയാൾ വിളിക്കുന്ന കേട്ടതും അവൻ ലാപ്ടോപ്പിൽ നിന്നും തലയുയർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി. നീ ഇതുവരെ പുതിയ വേക്കൻസി ഇട്ടില്ലായിരുന്നോ? അയാൾ സംശയത്തോട് ചോദിച്ചു. ഇട്ടിരുന്നു. അതിലേക്ക് എന്നിട്ട് ആരും അപ്ലൈ ചെയ്തില്ലേ? അയാൾ വീണ്ടും ചോദിച്ചു. അപ്ലൈ ചെയ്തിരുന്നു. 1-2 പേരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. അവരെ ആരെയും എനിക്കത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവൻ അയാളെ നോക്കി മറുപടി പറഞ്ഞു. അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് അയക്ക്, ഞാനൊന്ന് നോക്കട്ടെ. നിലവിൽ 2 ഇൻ്റർവ്യൂ ആണല്ലോ വെച്ചിരിക്കുന്നത്. നിൻ്റെ അടുത്തേക്ക് വരുന്ന ആപ്ലിക്കേഷൻസ് എനിക്ക് അയക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? പിന്നെ നീ എന്താ അത് ചെയ്യാഞ്ഞത്? അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് നമ്മുടെ കമ്പനിക്ക് ഒട്ടും ആപ്റ്റല്ലാത്ത പെൺകുട്ടികളാണ്. അച്ഛനും അവരെ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അങ്ങോട്ട് അയക്കാഞ്ഞത്. അവൻ അയാളെ നോക്കി മറുപടി പറഞ്ഞു.
അത് ഞാനൊന്ന് നോക്കട്ടെ, നീ എന്തായാലും അയക്ക്, എന്നിട്ട് തീരുമാനിക്കാം. അയാൾ അവനെ നോക്കി മറുപടി പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി. ഈ ജന്മത്ത് അവനൊരു പെണ്ണെ സെക്രട്ടറി ആയിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. അയാൾ പുറത്തേക്കിറങ്ങിയതും അശോക് ചിരിച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പെൺകുട്ടികളെ എടുക്കാതിരിക്കാനുള്ള അവൻ്റെ അടവാണല്ല. അവൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പെൺകുട്ടിയെ എടുക്കാതിരിക്കാൻ. പക്ഷെ അവനറിയില്ലല്ലോ അവനേക്കാൾ കൂടുതൽ ഓണം ഞാൻ ഉണ്ടിട്ടുണ്ടെന്ന്. ആരും നമ്മുടെ ജോലിക്ക് ആപ്റ്റല്ല പോലും. ഞാനൊന്ന് നോക്കട്ടെ ആപ്റ്റാണോ അല്ലയോ എന്ന്. അയാൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. അത് കേട്ട് അവനും പുഞ്ചിരിച്ചു. ചാച്ച പോകുന്നതിന് വേണ്ടി ഓരോന്നും എടുത്തു വെക്കുന്നതിനിടയിലാണ് റീനു അവൻ്റെ മുറിയിലേക്ക് ചെന്നത്. അവൾ വിളിക്കുന്നത് കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. എന്താ മോളെ? തൻ്റെ മുറിയിലേക്ക് വന്ന് നിൽക്കുന്ന റീനുവിനെ നോക്കി അവൻ സംശയത്തോട് ചോദിച്ചു. ചാച്ചൻ ആമി ചേച്ചിയും കൂടെ കൊണ്ടുപോകുവാണോ? അവൾ അവനെ നോക്കി ചോദിച്ചു. അതെ, നിന്നോടാരാ ഇത് പറഞ്ഞത്? ഋതു ചേച്ചി വിളിച്ചിരുന്നു. ചേച്ചി പറഞ്ഞത് സത്യമാണോന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. സത്യമാണ്. ആമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളിവിടെ നിൽക്കുന്നത് ശരിയല്ല മോളെ. അതുകൊണ്ടാണ് ഞാൻ അവളെ എൻ്റെ കൂടെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചത്. ഋതു അതിന് എതിർപ്പാണ്. ഞാൻ അവളേക്കാൾ കൂടുതൽ ആമിക്ക് പ്രാധാന്യം നൽകുന്നുവെന്ന് അവൾ പറയുന്നത്. ഞാൻ മനസ്സിൽ പോലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അവൻ മറുപടി പറഞ്ഞു. ചേച്ചി കുറ്റം പറയാൻ പറ്റില്ല ചാച്ച. ചാച്ചൻ ഓവറായിട്ട് ആമി ചേച്ചിയുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ആരായാലും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അവളും ഇഷ്ടമില്ലാത്ത രീതിയിൽ അവനോട് പറഞ്ഞു. റീനു, നീയും അവളുടെ ഭാഗത്ത് ചേർന്ന് പറയുകയാണോ? അത് കേട്ടതും അവൻ സംശയത്തോട് ചോദിച്ചു. ഞാൻ ആരുടെയും ഭാഗം ചേർന്ന് പറഞ്ഞതല്ല ചാച്ച. ഋതു ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കൂ. അവൾ അവനെ നോക്കി യാതൊരു പേടിയുമില്ലാതെ മറുപടി പറഞ്ഞു. എനിക്ക് നിങ്ങളെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല റീനു. എനിക്കതിനെപ്പറ്റി സംസാരിക്കാനും താല്പര്യമില്ല. അവൻ അവളെ നോക്കി തിരികെ പറഞ്ഞു. ചാച്ച, അവൾ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി തടഞ്ഞു. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് റീനു. എനിക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. പിന്നെ ആമിയുടെ കാര്യത്തിൽ നിങ്ങളാരും ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആകേണ്ട കാര്യമില്ല. എനിക്കങ്ങനെ അവളെ ഉപേക്ഷിച്ചോ തള്ളിക്കളയാനോ കഴിയില്ല. അതിനി ആരുടെ വക്കാലത്തുമായിട്ട് വന്നാലും അതുണ്ടാവില്ല. സോ ഇനി അതും പറഞ്ഞ് നീ ഇങ്ങോട്ട് വരണമെന്നില്ല. അവൻ ഉറപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. താൻ ഇനി എന്തു പറഞ്ഞാലും അവനതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ അവനെ ദേഷ്യം പിടിപ്പിക്കാതെ അവൾ ഇറങ്ങിപ്പോയി. ആദി, നീ എന്താ ഒന്നും പറയാത്തത്? തൻ്റെ മുൻപിലിരുന്ന് വോഡ്ക ഒഴിക്കുന്നവനെ നോക്കി ആര്യൻ ചോദിച്ചു. എൻ്റെ വീട്ടുകാരുടെ കൊട്ടേഷനും വാങ്ങിക്കൊണ്ട് ബ്രോക്കർ പണിക്ക് വന്നതാണോ നീ? ആദി തിരികെ അവനോട് ചോദിച്ചു. ആദി, അവർ പറയുന്നതിൽ എന്ത് തെറ്റാടാ ഉള്ളത്? ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല ആലോചനയാ. നിനക്കത് സമ്മതിച്ചാൽ എന്താ ഇപ്പോൾ കുഴപ്പം? അവൻ സംശയത്തോടെ ചോദിച്ചു. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നീ തന്നെ ഇങ്ങനെയൊക്കെ പറയണം. ആദി തിരികെ അവനോട് പറഞ്ഞു. എടാ, എനിക്കെല്ലാം അറിയാം. എന്ന് വെച്ച് നീ നിൻ്റെ ജീവിതമാണ് ഇല്ലാതെയാക്കുന്നത്. നീ വിവാഹം കഴിക്കാതെ ഇങ്ങനെ പെണ്ണിനെ കുറ്റവും പറഞ്ഞ് നടന്ന ആർക്കാ നഷ്ടം? അത് നിനക്ക് തന്നെയാ. തെറ്റ് ചെയ്യാത്തവരെല്ലാം സുഖമായിട്ട് കഴിയുമ്പോൾ നീ സ്വയം നശിക്കാനല്ലേ നോക്കുന്നത്? അതിനോടാണ് എനിക്ക് താല്പര്യമില്ലാത്തത് ആദി. ആര്യൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിന് ആദി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. നിന്നോട് ചിരിക്കാൻ വേണ്ടിയിട്ടല്ല ആദി ഞാനിതൊക്കെ പറയുന്നത്. നീ ഇനിയെങ്കിലും ഒരു വിവാഹത്തിനെ പറ്റി ചിന്തിച്ചേ മതിയാകൂ. അവൻ വീണ്ടും ആദിയോട് പറഞ്ഞു. നോ ആര്യൻ, നീ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും. നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാ. പക്ഷെ ഇത് മാത്രം ഞാൻ ഒരിക്കലും നടക്കില്ല. ആദി വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പക്ഷെ ആദി, അവൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ആദി അവനെ കൈകൾ ഉയർത്തി തടഞ്ഞു. ആര്യൻ പ്ലീസ്. ആദി ദയനീയമായി അവനോട് പറഞ്ഞതും ആര്യന് പിന്നെ അവനോട് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. ആരെന്തു പറഞ്ഞാലും ചില കാര്യങ്ങൾ അവൻ തീരുമാനിച്ചതുപോലെ മാത്രമേ നടക്കുള്ളൂ എന്ന് ആര്യനും അറിയാമായിരുന്നു. ആദി, എങ്കിൽ മതി കുടിച്ചത്. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം, വാ. ആദി അവൻ്റെ കയ്യിൽ നിന്നും കുപ്പി വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഒരെണ്ണം കൂടി. ഇന്നെങ്കിലും എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങണം. അച്ഛൻ പെണ്ണിനോടുള്ള എൻ്റെ വെറുപ്പ് മാറ്റാൻ സെക്രട്ടറി ആയിട്ടൊരു പെണ്ണ് വേണമെന്ന് പറയുന്നത്, അതിൻ്റെ പേരിൽ ഞാനും ഏട്ടത്തെയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. ഏട്ടത്തി എന്നോട് ആദ്യമായിട്ട് ദേഷ്യപ്പെട്ടു. എനിക്കത് വിഷമമായി ആര്യൻ. അവൻ വിഷമത്തോടെ അവനോട് പറഞ്ഞു. ഒരേ കാര്യത്തിന് വേണ്ടി എല്ലാവരും അവനോട് സംസാരിക്കുന്ന അവനെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് ആര്യന് തോന്നിയിരുന്നു. ദിവസങ്ങൾ ഓരോന്നായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ആമി എങ്ങനെയോ അവൻ്റെ ഒപ്പം പോകാമെന്ന് സമ്മതിച്ചു. പോകാനുള്ള ഡ്രസ്സും മറ്റും ബാഗിൽ എടുത്തു വെക്കുകയായിരുന്നു അവൾ. എല്ലാം എടുത്തു വെച്ചതിന് ശേഷം അവൾ ടേബിളിന് മുന്നിലേക്ക് നടന്നു. അവിടെ ചെന്ന് അവരുടെ വിവാഹ ഫോട്ടോയും വിവാഹത്തിന് ശേഷം അവർ ഒന്നിച്ചെടുത്തൊരു ഫോട്ടോയും കൂടി അവൾ കൈകളിലേക്ക് എടുത്തു. അതിലേക്കൊന്ന് നോക്കിയതിന് ശേഷം അവൾ 2 ഫോട്ടോയും തൻ്റെ ഡ്രസ്സിനോടൊപ്പം ബാഗിലേക്ക് വെച്ചു. ചേച്ചി, അത് കൊണ്ടുപോകണോ? ചേച്ചി എല്ലാം മറക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങോട്ടേക്ക് പോകുന്നത്? ഇതൊക്കെ ചേച്ചിക്കും വീണ്ടും ഓർമ്മകൾ തരുന്നതല്ലേ? അത് കണ്ട് ജുവാന സംശയത്തോടെ അവളോട് ചോദിച്ചു. അതിനൊരു മറുപടിയും പറയാതെ അവളൊന്ന് പുഞ്ചിരിച്ചു. കാരണം മറുപടി പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൾ പോകുന്നത് കൊണ്ട് അത്യാവശ്യം അടുത്ത ബന്ധുക്കളൊക്കെ അവളുടെ വീട്ടിലേക്ക് വന്നിരുന്നു. എല്ലാവരും അവളെ വളരെ ദയനീയമായിട്ടാണ് നോക്കിയത്. എന്നാൽ അവൾ ആരെയും മൈൻഡ് ചെയ്തില്ല. അവൾ നേരെ ചെന്ന് നിന്നത് ഒരു കോട്ടൺ സാരി ഉടുത്ത സ്ത്രീയുടെ അടുത്തേക്കായിരുന്നു. അവളെ കണ്ടതും അവർ ഇരുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേറ്റു. ശേഷം അവളുടെ കവളിൽ കൈകൾ രണ്ടും വെച്ചു. എനിക്ക് പോകാൻ ഒട്ടും ഇഷ്ടമല്ല മമ്മി. പക്ഷെ എല്ലാവരും എന്നോട് പോയാലും എനിക്ക് ഇച്ചാൻ്റെ ഓർമ്മകൾ ഇല്ലാതാകുമോ മമ്മി?
ഞാൻ ഇച്ചായൻ്റെ ആമയല്ലാതാകുമോ? അങ്ങനെ പറ്റുമോ എനിക്ക്? അത് പറയുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ സ്ത്രീ ഉടനെ തന്നെ അവളെ കെട്ടിപ്പിടിച്ചു, അവളുടെ കവിളിൽ ചുംബിച്ചു. അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. എൻ്റെ പൊന്നുമോള് പോയിട്ട് വാ. അവനെ മറക്കാൻ വേണ്ടിയല്ല, മോളുടെ ഭാവിക്ക് വേണ്ടി. ഈ ചെറുപ്രായത്തിൽ നശിച്ചു പോകേണ്ടതല്ല നിൻ്റെ ജീവിതം. നിനക്ക് നഷ്ടപ്പെട്ടത് നിൻ്റെ ഭർത്താവിനെയാണ്, എനിക്കെൻ്റെ മകനെയാണ്. പക്ഷേ എൻ്റെ മോൾക്കൊരു ജീവിതമുണ്ട്. അവനും ഇത് കാണുമ്പോൾ സന്തോഷിക്കുകയുള്ളൂ മോളെ. ഒരുപക്ഷെ അവനും ഇതായിരിക്കും ആഗ്രഹിക്കുന്നത്. അവർ പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി. ഒരു നിമിഷം അവരൊന്ന് വിങ്ങിപ്പോയെങ്കിലും അവളെ സങ്കടപ്പെടുത്താതിരിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അതെ, ഇപ്പോൾ ഒരു ജോലിയാണ് പ്രധാനം. മോളെ, നീ ഒരു വിവാഹത്തിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അറിയില്ലല്ലോ മോളുടെ ദോഷം കൊണ്ടാണോ ജസ്റ്റിന് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ഒരുപോലെ അവരുടെ മുഖത്തേക്ക് നോക്കി. അത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ചേച്ചി! ജസ്റ്റിൻ്റെ അമ്മ ദേഷ്യത്തോട് അവരെ നോക്കി വിളിച്ചു. നീ എന്തിനാ ലിസി എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംശയം പറഞ്ഞതല്ലേ. നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ആമയ്ക്ക് ദോഷമൊന്നുമില്ലെന്ന്? ശരിയാ, നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അതിലൊന്നും വലിയ വിശ്വാസം ഇല്ലെങ്കിൽ പോലും അതൊക്കെ കുറച്ച് സത്യമുള്ള കാര്യമാണ്. അതുകൊണ്ടല്ലേ ഹിന്ദുക്കൾ കൂടുതലും നാളൊക്കെ നോക്കി വിവാഹം കഴിക്കുന്നത്. നമ്മളതൊന്നും നോക്കാത്തത് കൊണ്ട് നമുക്കൊന്നും അറിയില്ല. അവർ അവളുടെ ഭാഗം ചെയ്യിക്കാൻ എന്ന പോലെ പറഞ്ഞു. മതി, നിർത്ത് നിങ്ങളുടെ വർത്താനം. ജസ്റ്റിൻ്റെ മമ്മി ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും അവരെ നോക്കി. ആമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ആയുസ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ചേച്ചി അതിൽ വിഷം കുത്തി നിറയ്ക്കാൻ നോക്കണ്ട, ജസ്റ്റിൻ്റെ മമ്മി ദേഷ്യത്തോടെ പറഞ്ഞു. ഒരു നിമിഷം അവർ പറയുന്നത് കേട്ട് ആമിയുടെ മമ്മി വിങ്ങിപ്പൊട്ടി. മമ്മി! അവൾ തൻ്റെ മമ്മിയെ മാറോട് ചേർത്ത് പിടിച്ചു. ഒരു നിമിഷം ആമിയുടെ ബന്ധുക്കൾക്കെല്ലാം ആ സ്ത്രീയുടെ ദേഷ്യം തോന്നി. പിന്നെയും ജസ്റ്റിൻ്റെ ആൻറ്റി ആണല്ലോ എന്നോർത്ത് എല്ലാവരും മിണ്ടാതിരുന്നു. അല്ലെങ്കിലും സത്യം പറയുമ്പോൾ ആർക്കും പിടിക്കില്ല. അവർ വീണ്ടും ആരോടെന്നില്ലാതെ പറഞ്ഞു. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി നിങ്ങളുടെ ഈ പുഴുത്ത നാവ് ഇവിടെ പൊങ്ങിയ എൻ്റെ മറ്റൊരു മുഖം കൂടി നിങ്ങൾ കാണും. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരാളുടെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു.